ഹായ്, സൈലം ലേണിംഗ് ആപ്പിൽ നിന്ന് LK ആണ്. നീറ്റ് എക്സാമിലേക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. എനിക്കറിയാം, ഒരുപാട് പേടിയോടുകൂടെ, ഒരുപാട് അസ്വസ്ഥതകളോടുകൂടെ, ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും ഒരുപാട് പേരുടെ തള്ളിപ്പറയലുകളും എല്ലാം ചെവിയിൽ വന്ന് കുത്തി നാളെ എന്തായി തീരും, അഥവാ ഞാൻ പരാജയപ്പെട്ടു പോയാൽ, അഥവാ ഈ പരീക്ഷ എനിക്ക് ഭംഗിയിൽ എഴുതാൻ കഴിയാതെ പോയാൽ എന്നെ കുറ്റപ്പെടുത്താവുന്നവർ എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് മനസ്സിൻ്റെ ഒരു പാതിയിൽ അസ്വസ്ഥതയും മറുപാതിയിൽ പ്രിപ്പറേഷനുമായി നിങ്ങൾ നീറ്റ് എക്സാമിലേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളിൽ ഒന്നുമില്ല എന്ന് നിങ്ങളെ കളിയാക്കിയവരോ, നിങ്ങൾക്കൊന്നുമായി തീരാൻ കഴിയില്ല, നിങ്ങൾ തികച്ചും സാധാരണക്കാരനായ ഒരാൾ മാത്രമാണ് എന്ന് നിങ്ങളെ തള്ളിപ്പറഞ്ഞവരോ അല്ല. എൻ്റെ ഉള്ളിൽ എന്താണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ അതാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം നിങ്ങളെ നടത്തേണ്ടത്. നേരം പോലെ, പ്രേമം പോലെ നിങ്ങളുടെ പ്രായം ആഘോഷിച്ച, മലയാളി ആഘോഷിച്ച വലിയ സിനിമകൾ നമുക്ക് തന്ന അൽഫോൺസ് പുത്രനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തിന് മുമ്പേ ഒരു തിരക്കഥ തയ്യാറാക്കി 24 നിർമ്മാതാക്കളെയാണ് ഞാൻ പോയി കണ്ടത്. 24 പേരും ആ പടം ചെയ്യാൻ തയ്യാറായില്ല. നേരത്തിൻ്റെ തിരക്കഥയുമായി 30 പ്രൊഡ്യൂസേഴ്സിനെയാണ് ഞാൻ പോയി കണ്ടത്. അവരെല്ലാം ഈ 30ഉം കഴിഞ്ഞുപോയി 24ഉം 54 പേർ എന്നോട് പറഞ്ഞത് നിനക്കൊരു സിനിമ ചെയ്യാനുള്ള കഴിവില്ല എന്നായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു എനിക്കൊരു സിനിമ ചെയ്യാൻ കഴിയും എന്ന്. ആ അൽഫോൺസ് പുത്രനാണ് 54 പേർ നീ ഒന്നുമായി തീരില്ല എന്നൊരേപോലെ പറഞ്ഞ അൽഫോൺസ് പുത്രനാണ് മലയാളിക്ക് ആദ്യം നേരവും രണ്ടാമത് പ്രേമവും തന്നത്. അഥവാ ഈ പരീക്ഷ ഭംഗിയിൽ എഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്നെ കളിയാക്കാനിടയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എത്ര പേരുണ്ടാവും? ഈ പരീക്ഷ നിനക്ക് എഴുതാൻ കഴിയില്ല, ഒരു വലിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ മാത്രം നീ ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞവർ എത്ര പേരുണ്ടാവും? 54 പേരുണ്ടാവുമോ? ഉണ്ടെങ്കിലും നിങ്ങളത് കാര്യമാക്കേണ്ട. ആ 54 പേരെയും നിങ്ങൾ ഒന്നുമല്ലാതാക്കി കളയേണ്ടത് നിങ്ങളുടെ വിജയം കൊണ്ടാണ് എന്ന് അൽഫോൺസ് പുത്രൻ്റെ ജീവിതം നമ്മളോട് പറയുന്നുണ്ട്. ഒരു വേദിയിൽ വന്ന് അത് ഒരാൾക്കൂട്ടത്തോട് മുഴുവനായി പറഞ്ഞ ഒരാളുടെ ശബ്ദം എനിക്കിപ്പോഴും കേൾക്കാൻ കഴിയും. എല്ലാ പുകഴും ഒരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടിரு கேட்டிருப்பீங்க. அதுதாங்க. இப்போது கிட்டத்தட்ட நம்ம எல்லார் லைஃப்பும் ஒரு நதி மாதிரி தான் வச்சுக்கோங்களேன். அதாவது ஒரு நதி ஒரு இடத்துலேருந்து அப்படியே புறப்பட்டு வரும் அதனுடைய ஒரு ஓன் பாதையில், இல்லைங்களா? அப்படி வரும்போது ஒரு இடத்துல கொஞ்சம் பேர் கூடி நின்று விளக்குகளை ஏற்றி நதியில் விட்டு வணங்குவாங்க. நதி போய்கிட்டே இருக்கும். இன்னொரு இடத்துல சில பேர் பூக்களை தூவி நதியை வரவேற்பாங்க. நதி போய்கிட்டே இருக்கும். வேறு ஒரு இடத்துல சில பேர், நம்மளை பிடிக்காத சில பேர், நதியில் கல்லெறிஞ்சு விளையாடுவாங்க. நதி பாட்டுக்கு போயிட்டே இருக்கும். அந்த நதி மாதிரி தாங்க நம்ம வாழ்க்கையிலையும் நம்மளை வணங்குறவங்களும் இருப்பாங்க, நம்மளை வரவேற்கிறவங்களும் இருப்பாங்க, நம்மளை எதிர்க்கிறவங்களும் இருப்பாங்க. நம்ம வேலை, நம்ம கடமையை செம்மையாக செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கும். கில் them with your success, bury them with your smile. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വാക്കുകളാണ്. ഒരുപാട് വട്ടം ഇതുപോലുള്ള മാസ് ഡയലോഗുകൾക്ക് കൈയടിച്ചിട്ടുള്ള നിങ്ങളാണ്. ഈ ഡയലോഗും നിങ്ങളിലുണ്ടാവണം. ഇതാവണം ദിവസങ്ങൾക്കപ്പുറം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കേണ്ടത്. ആ വിജയം കൊണ്ടാവണം നിങ്ങളെ കളിയാക്കിയവരെ, നിങ്ങളെ കുറ്റപ്പെടുത്തിയവരെ മുഴുവൻ നിങ്ങൾ കുഴിച്ചു മൂടേണ്ടത്. ആ ദിവസം നിങ്ങളുടെ തൊട്ടുമുമ്പിലുണ്ട്. ആ ദിവസം